ഗൂഗിളിൻ്റെ ജെമിനി സ്പാർക്ക് ബാക്ക്ഗ്രൗണ്ടിൽ മൾട്ടി സ്റ്റെപ്പ് ടാസ്കുകളൊക്കെ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പ്രത്യേകം ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു AI ഏജൻ്റാണ്. അതായത് ഒരു ടാസ്ക് കൊടുത്ത ശേഷം നമ്മളൊരു ഡിവൈസ്, നമ്മുടെ ലാപ്ടോപ്പോ മൊബൈൽ ഫോണോ ഒക്കെ നമ്മൾ മാറ്റി വെച്ചാലും സപ്പോർട്ടഡ് ടാസ്ക്സ് ഗൂഗിളിൻ്റെ ക്ലൗഡ് ഇൻഫ്രാസ്ട്രക്ചറിൽ തുടർന്ന് വർക്ക് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ജെമിനി സ്പാർക്കിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിൻ്റെ ഉള്ളിൽ വരുന്ന കുറച്ച് ഫീച്ചേഴ്സാണ് ടാസ്ക്, സ്കില്ല്, ഷെഡ്യൂള് എന്നൊക്കെ ഉള്ളത്. അതിനെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യാം. അതുപോലെ സ്പാർക്കിൻ്റെ ഉള്ളിൽ എന്തൊക്കെ ടൂൾസ് വരുന്നുണ്ട്, ആർക്കൊക്കെയാണ് ഇത് ആക്സസബിൾ ആയിരിക്കുക, ഇതിൻ്റെ കുറച്ച് പ്രാക്ടിക്കൽ യൂസ് കേസസ്, ഇതൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഇതുപോലെയുള്ള അപ്ഡേറ്റ്സിന് വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ ഫീഡ്ബാക്സ് ഒക്കെ നമ്മുടെ കമൻറ്റ് സെക്ഷനിൽ പറയുകയും ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ നമുക്കൊരു ബേസിക് ഡിഫറൻസ് മനസ്സിലാക്കാം. ചാറ്റ് ബോട്ട് എന്താണെന്നുള്ളത്. ഒരു ബേസിക് ചാറ്റ് ബോട്ടിനോട് നിങ്ങളൊരു ചോദ്യം ചോദിക്കുന്നു, അത് അവൈലബിൾ ആയിട്ടുള്ള കോൺടെക്സ്റ്റ് ഉപയോഗിച്ച് നമുക്കൊരു റെസ്പോൺസ് നൽകുന്നു. ഉദാഹരണത്തിന് എൻ്റെ മന്ത്ലി എക്സ്പെൻസസ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം എന്നത് നമ്മളൊരു ചാറ്റ് ബോട്ടിനോടാണ് ചോദിക്കുന്നതെങ്കിൽ ചാറ്റ് ബോട്ട് എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത് എന്നുള്ള സ്റ്റെപ്സ് ആയിരിക്കും നമുക്ക് പറഞ്ഞു തരുന്നത്. പക്ഷെ ഒരു AI ഏജന്റ് ആണെങ്കിലോ ആ ഒരു AI ഏജന്റിന് അതിനാവശ്യമായിട്ടുള്ള ടൂൾസ് ഒക്കെ നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഏജന്റ് നമുക്ക് സ്റ്റെപ്സ് പറഞ്ഞു തരിക മാത്രമല്ല ചെയ്യുന്നത്, ആ ഒരു ആക്ച്വൽ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ടായിരിക്കും അത് ശ്രമിക്കുന്നത്. അപ്പോൾ AI ഏജന്റ് എന്താണെന്ന് ഒക്കെയുള്ള വീഡിയോസ് നമ്മൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഒരു AI ഏജന്റിന് മെയിൻലി എന്തൊക്കെയാണ് ഉണ്ടാവുക, അതിന് ടൂൾസ് ഉണ്ടാവും അല്ലേ. ടൂൾസ് ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഇമെയിൽ സെർച്ച് ചെയ്യണം എന്നുള്ളതാണെങ്കിൽ അതിന് നമ്മൾ എന്തായിരിക്കും, ഒരു ജിമെയിലിൻ്റെയോ അല്ലെങ്കിൽ ഏതാണോ നമ്മുടെ ഒരു ഇമെയിൽ അത് കണക്ട് ചെയ്തിട്ട് നമ്മളൊരു ടൂൾ കൊടുത്തിട്ടുണ്ടായിരിക്കും. അല്ലെങ്കിൽ ഇപ്പം വെബ് ബ്രൗസ് ചെയ്യണം, അല്ലെങ്കിൽ ഒരു കോഡ് റൺ ചെയ്യണം, കാലണ്ടർ ചെക്ക് ചെയ്യണം, ഇങ്ങനെയൊക്കെ ടൂളുകൾ അതിന് കണക്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. രണ്ടാമത് അതിനുള്ളൊരു കാര്യമാണ് ലൂപ്പ്, ഒരു സ്റ്റെപ്പ് ചെയ്യുക എന്നുള്ളത്. ഫസ്റ്റ് ഒരു കാര്യം ചെയ്യും, അതിൻ്റെ റിസൾട്ട് അത് ചെക്ക് ചെയ്ത് നോക്കും, അത് കഴിഞ്ഞിട്ട് അടുത്ത സ്റ്റെപ്പ് എന്ത് വേണമെന്നത് തീരുമാനിക്കും, എന്നിട്ട് അതിലെങ്കിൽ ആവശ്യമായിട്ടുള്ള കറക്ഷൻസ് ഒക്കെ വേണമെങ്കിൽ ആ ഒരു കറക്ഷൻസ് ഒക്കെ ചെയ്യും. ഇങ്ങനെ ടാസ്ക് കംപ്ലീറ്റ് ആകുന്നത് വരെ പല സ്റ്റെപ്സ് ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. അതാണ് ലൂപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത്. മൂന്നാമത് ഓട്ടോണമിയാണ്. നമ്മൾ ഓരോ ചെറിയ സ്റ്റെപ്സും മാനുവലായിട്ട് പറയേണ്ട ആവശ്യമില്ല ഒരു AI ഏജന്റിനോട്. നമുക്ക് ഡിസൈർഡ് ആയിട്ടുള്ള ഔട്ട്കം എന്താണോ ആവശ്യം അത് മാത്രമാണ് നമ്മൾ പറയുന്നത്. അതിലേക്ക് എത്താനുള്ള വർക്ക് ഫ്ലോ ആര് പ്ലാൻ ചെയ്തോളും, നമ്മുടെ ഏജൻറ്റ് പ്ലാൻ ചെയ്തോളും. വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ എൻ്റെ ഗൂഗിൾ ഡ്രൈവിലുള്ള കഴിഞ്ഞ 12 മാസത്തെ ഇലക്ട്രിസിറ്റി ബിൽസൊക്കെ അനലൈസ് ചെയ്തിട്ട് ഒരു മന്ത്ലി റിപ്പോർട്ട് ക്രിയേറ്റ് ചെയ്യണം എന്ന് ഞാൻ പറയുകയാണെങ്കിൽ ഇവിടെ നമ്മളുടെ ഓരോ PDF എങ്ങനെ തുറക്കണം, ഏത് കോളംസ് ക്രിയേറ്റ് ചെയ്യണം, എന്ത് കാൽക്കുലേഷൻസ് ആണ് അവിടെ കൊടുക്കേണ്ടത്, ഇതൊന്നും നമ്മൾ പ്രത്യേകിച്ച് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ എന്താ പറഞ്ഞിട്ടുള്ളൂ, നമ്മൾക്ക് ഒരു മന്ത്ലി റിപ്പോർട്ട് ക്രിയേറ്റ് ചെയ്ത് തരണം എന്ന് മാത്രമാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഏജന്റിന് അതിൻ്റെതായിട്ടുള്ള ടൂൾസും ഒക്കെ കാര്യങ്ങൾ നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ടൂൾസ് ഒക്കെ ഉപയോഗിച്ച് അത് ചെയ്യാനായിട്ട് അത് ശ്രമിക്കും. അപ്പോൾ അത് തന്നെയാണ് ഒരു ഏജന്റും സാധാരണ ചാറ്റ് ബോട്ടും തമ്മിലുള്ള ഏറ്റവും വലിയൊരു ഡിഫറൻസ്. ചാറ്റ് ബോട്ട് നമുക്കൊരു റെസ്പോൺസ് മാത്രമായിരിക്കും തരുന്നത്, ഏജന്റ് റെസ്പോൺസ് മാത്രമല്ല നമുക്ക് തരുന്നത്, ടൂൾസ് ഉപയോഗിച്ച് ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ടാണ് എപ്പോഴും ശ്രമിക്കുന്നത്. ഇനി നമുക്ക് ജെമിനിയുടെ ഈ ഒരു സ്പാർക്കിൻ്റെ സ്ട്രക്ചർ ഒന്ന് മനസ്സിലാക്കാം. ഗൂഗിൾ പ്രധാനമായിട്ടും 3 കൺസെപ്റ്റ്സ് ഉപയോഗിച്ചാണ് ഇത് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. ഒന്നാമത്തേത് ടാസ്ക് ആണ്. ടാസ്ക് എന്നാൽ നമുക്ക് എന്താണ് ഔട്ട്കം വേണ്ടത് എന്ന് നമ്മൾ പറയുന്നു, അതായത് എന്ത് ചെയ്യണം എന്നുള്ളത്. ഉദാഹരണത്തിന് ഈ മാസം വന്ന ബിസിനസ് എൻക്വയറീസ് ഒക്കെ എനിക്കൊരു ഷീറ്റിലേക്ക് ഓർഗനൈസ് ചെയ്യുക. അപ്പം നമ്മൾ ഓരോ സ്റ്റെപ്സും അവിടെ പറഞ്ഞു കൊടുക്കുകയല്ല ചെയ്യുന്നത്, ഫൈനൽ റിസൾട്ട് എന്താണ് വേണ്ടത് നമുക്ക് എന്ന് മാത്രമാണ് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത്. സ്പാർക്ക് അവൈലബിൾ ആയിട്ടുള്ള ടൂൾസ് ഒക്കെ യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്തോളും, ആ ടാസ്ക് കംപ്ലീറ്റ് ചെയ്തോളും. ഗൂഗിൾ പറയുന്ന അനുസരിച്ച് ടാസ്കിന് ഒരേ സമയം ഒന്നിലധികം ടാസ്ക്സ് റൺ ചെയ്യാനായിട്ടുള്ള കേപ്പബിലിറ്റീസ് ഉണ്ട്. ചില സിറ്റുവേഷൻസിലൊക്കെ 15 ടാസ്ക്സ് വരെ കൺകറൻ്റ് ആയിട്ട് സ്പാർക്കിന് റണ്ണ് ചെയ്യാൻ പറ്റുമെന്നാണ് ഗൂഗിൾ പറയുന്നത്. പക്ഷേ ആ ഒരു ടാസ്കിൻ്റെ കോംപ്ലക്സിറ്റി, അതുപോലെ നമ്മളുടെ അക്കൗണ്ടിൻ്റെ ലിമിറ്റ്, ഏത് റീജിയണിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, പ്രൊഡക്റ്റ് അപ്ഡേറ്റ്സ് എന്നിവയൊക്കെ അനുസരിച്ചിരിക്കും ആ ഒരു എക്സ്പീരിയൻസ് അതനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. സ്പാർക്കിൻ്റെ രണ്ടാമത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് സ്കില്ലാണ്. അപ്പോൾ നമ്മൾ ക്ലൗഡിൻ്റെ ഉള്ളിൽ നമ്മൾ സ്കിൽസ് ആഡ് ചെയ്ത് കൊടുക്കാറില്ലേ, അതുപോലെ തന്നെ നമുക്ക് സ്കില്ല് ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. അതായത് റീയൂസബിൾ ഇൻസ്ട്രക്ഷൻസ് എന്ന് മനസ്സിലാക്കിയാൽ മതി. എങ്ങനെ ചെയ്യണം എന്ന് നമ്മൾ
സ്പാർക്കിന് പറഞ്ഞു കൊടുക്കാനായിട്ട് പറ്റും. ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മളൊരു റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യാമെന്ന് വിചാരിക്കുക. അതിൻ്റെ ഉള്ളിൽ നമുക്ക് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ഉള്ള ഒരു ഫോർമാറ്റ് ഉണ്ടായിരിക്കും അല്ലേ. ടൈറ്റിൽ വേണം, ഒരു ഡേറ്റ് ഈ ഒരു ഫോർമാറ്റിൽ വേണം, ഷീറ്റിൻ്റെ ഹെഡർ എങ്ങനെ സ്റ്റൈൽ ചെയ്യണം, ഏത് ടോണിൽ എഴുതണം, ഏതൊക്കെ വേർഡ്സ് ഒഴിവാക്കണം എന്നൊക്കെ നമ്മളുടെ ഒരു ഇപ്പോൾ ഒരു ബിസിനസ് ആണെങ്കിൽ നമ്മുടെ ഒരു ബിസിനസ് ഗൈഡ് ലൈൻസും അങ്ങനത്തെ കാര്യങ്ങൾ നമ്മുടെ ഒരു ടോൺ വെച്ചിട്ട് നമുക്കത് സെറ്റ് ചെയ്യേണ്ടി വരുമായിരിക്കും. അപ്പോൾ ഇതെല്ലാം വീണ്ടും വീണ്ടും നമുക്ക് ഓരോ റിപ്പോർട്ട്സ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്തും പറഞ്ഞു കൊടുക്കുന്നതിന് പകരം അതൊരു സ്കില്ലായിട്ട് നമുക്ക് സേവ് ചെയ്യാം. ഫ്യൂച്ചർ ടാസ്കിൽ സ്പാർക്ക് എന്ത് ചെയ്തോളും, അതേ പ്രിഫറൻസസ് ഫോളോ ചെയ്യാനായിട്ട് മാക്സിമം ട്രൈ ചെയ്യും. അങ്ങനെ നമുക്ക് സ്കിൽസ് കൊടുക്കാനായിട്ട് പറ്റും. മൂന്നാമത്തേത് ഫീച്ചർ എന്ന് പറയുന്നത് ഷെഡ്യൂൾ ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ്. എപ്പോഴാണ് ഒരു ടാസ്ക് റണ്ണ് ചെയ്യേണ്ടത് എന്ന് നമുക്ക് ഷെഡ്യൂൾ ചെയ്ത് വെക്കാനായിട്ട് പറ്റും. ഷെഡ്യൂൾ എന്ന് പറയുമ്പോൾ നമ്മൾ പലപ്പോഴും വിചാരിക്കും, നമ്മൾ കഴിഞ്ഞ ദിവസം ChatGPTയുടെയൊക്കെ വർക്കിലൊക്കെ നമ്മൾ കണ്ടിരുന്നു ഷെഡ്യൂൾ അല്ലേ. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നമുക്ക് ടൈം വെച്ച് ഷെഡ്യൂൾ ചെയ്യുന്ന കാര്യങ്ങളായിരിക്കും നമ്മളെപ്പോഴും ചിന്തിക്കുക. അതായത് ഡെയിലി മോർണിംഗിന് 8 മണിക്ക് ചെയ്യാനുള്ളൊരു കാര്യം അത് ഓട്ടോമേറ്റ് ചെയ്ത് വെക്കുക. അങ്ങനെ മാത്രമല്ല സ്പാർക്കിൻ്റെ ഉള്ളിൽ നമുക്ക് ഷെഡ്യൂൾ ചെയ്ത് വെക്കാനായിട്ട് പറ്റുന്നത്. ഇതിൻ്റെ ഉള്ളിൽ ജെമിനി സ്പാർക്കിൻ്റെ ഉള്ളിൽ ഗൂഗിൾ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. പല ട്രിഗർ പാറ്റേൺസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ഒന്ന് ടൈം ബേസ്ഡ് ആണ് ആസ് യൂഷ്വൽ. നമ്മൾക്ക് ടാസ്കിൻ്റെ ആ ഒരു ഡേയ്സ് വെച്ചിട്ട് അല്ലെങ്കിൽ വീക്ക് വെച്ചിട്ട് മന്ത് വെച്ചിട്ടൊക്കെ അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ടൈമൊക്കെ വെച്ചിട്ട് എന്ത് ചെയ്യാം, നമുക്ക് ജെമിനി സ്പാർക്കിൻ്റെ ഉള്ളിൽ നമുക്ക് ഷെഡ്യൂൾ ചെയ്ത് വെക്കാനായിട്ട് പറ്റും. രണ്ടാമത്തത് ജിമെയിൽ ട്രിഗേർഡ് ആണ്. ഒരു പെർട്ടിക്കുലർ ടൈപ്പ് ഇമെയിൽ ലഭിക്കുമ്പോൾ ഒരു ടാസ്ക് റൺ ചെയ്യാം, അത് നമുക്ക് കൊടുക്കാനായിട്ട് പറ്റും. ഓക്കെ, പിന്നെ അടുത്തെന്ന് പറയുന്നത് ഒരു മോണിറ്റർ ചെയ്യുക എന്നുള്ളതാണ്. ഒരു ചേഞ്ചിങ് കണ്ടീഷൻസ് പീരിയോഡിക്കലി ചെക്ക് ചെയ്യുക. ആ ഒരു കണ്ടീഷൻ ട്രൂ ആവുന്ന സമയത്ത് മാത്രം ഒരു അലേർട്ട് പോവുക. അപ്പം ചുരുക്കത്തിൽ നമുക്ക് ടാസ്ക് എന്ന് പറയുന്നത് എന്ത് ചെയ്യണം, സ്കിൽ എന്ന് പറയുന്നത് എങ്ങനെ ചെയ്യണം, ഷെഡ്യൂൾ എപ്പോൾ ചെയ്യണം, ഈ മൂന്നും കമ്പൈൻ ചെയ്യുമ്പോഴാണ് സ്പാർക്ക് ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള പേഴ്സണൽ ഏജൻ്റ് ആയിട്ട് മാറുന്നത്. അപ്പോൾ ജെമിനിയുടെ സ്പാർക്ക് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാം, ഗൂഗിളിൻ്റെ ജെമിനി ആപ്ലിക്കേഷനിൽ വരിക. ജെമിനി ആപ്പിൽ വന്നു കഴിയുന്ന സമയത്ത് ഇവിടെ നമ്മൾക്കിപ്പോൾ 2 ഓപ്ഷൻസ് കാണാനായിട്ട് പറ്റും, ചാറ്റ് അതുപോലെ തന്നെ സ്പാർക്ക് എന്നുള്ളത്. അപ്പോൾ ഈ ഒരു ബട്ടൺ ഒന്ന് നമ്മൾ ടോഗിൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇവിടെ സ്പാർക്ക് കാണാൻ പറ്റും. ഇങ്ങനെയാണ് നമ്മൾ സ്പാർക്കിലേക്ക് സ്വിച്ച് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് കാണാം. നമ്മൾ പറഞ്ഞിരുന്നു മെയിൻലി 3 കാര്യങ്ങളാണ് ഇതിൻ്റെ ഉള്ളിൽ ഗൂഗിൾ കൊണ്ടുവന്നിരിക്കുന്നത്. ഒന്ന് ടാസ്ക്, നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണ് നമുക്കിവിടെ ഡിസ്ക്രൈബ് ചെയ്ത് കൊടുക്കാം. രണ്ടാമത്തേത് ഷെഡ്യൂളുകളാണ്. ഷെഡ്യൂൾസ് ഒരു കാര്യം ചെയ്യേണ്ട ടൈമും കാര്യങ്ങളും ഒക്കെ വെച്ച് നമുക്കിവിടെ സെറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. പിന്നെ നമുക്ക് സ്കില്ല് സെറ്റ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ഈ ഒരു പെർട്ടിക്കുലർ ജെമിനി സ്പാർക്കിന് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ സ്കില്ല് സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് ടാസ്ക്സ് എങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് ഒരു എക്സാമ്പിൾ വെച്ച് നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഇനി നമുക്ക് ഈ കണക്റ്റഡ് ആപ്സിൽ വന്നു കഴിഞ്ഞാൽ ഏതൊക്കെ ആപ്പിൽ എക്സ്റ്റേണൽ ആപ്ലിക്കേഷൻസ് ഒക്കെ ആയിട്ട് നമുക്ക് സ്പാർക്കിനെ കണക്ട് ചെയ്യാൻ പറ്റുമെന്ന് കാണാം. ഇപ്പോൾ ഇവിടെ നോക്കി കഴിഞ്ഞാൽ നമ്മുടെ ഗൂഗിൾ വർക്ക് സ്പേസിലുള്ള എല്ലാ ആപ്ലിക്കേഷൻസായിട്ട് നമുക്ക് കണക്ട് ചെയ്യാം. ജിമെയിൽ, ഗൂഗിൾ ഡോക്സ്, ഗൂഗിൾ ഡ്രൈവ് ഒക്കെ ആയിട്ട് നമുക്ക് കണക്ട് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ യൂട്യൂബ് മ്യൂസിക്, അതുപോലെ ക്യാൻവ, പിന്നെ നമ്മുടെ പേഴ്സണൽ കോണ്ടാക്ട്സ് കണക്ട് ചെയ്യാം. ഏറ്റവും വലിയൊരു ഫീച്ചർ എന്ന് പറയുന്നത് നമുക്ക് MCPs കണക്ട് ചെയ്യാനായിട്ട് പറ്റും. മറ്റ് AI ആപ്ലിക്കേഷൻസ് ആയിട്ട് നമുക്ക് കണക്ട് ചെയ്യാനുള്ളതാണ് MCP, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പം MCP URL നമ്മളിവിടെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു MCP ആയിട്ട് ആപ്സായിട്ട് നമുക്ക് അതും നമ്മുടെ ജെമിനി സ്പാർക്ക് വെച്ച് നമുക്ക് കണക്ട് ചെയ്യാനായിട്ട് പറ്റും. ഇനി നമുക്ക് ഫസ്റ്റ് ഒരു ടാസ്ക് എടുക്കാം. അപ്പം ഞാനിവിടെ ഒരു ടാസ്ക് ഓപ്പൺ ചെയ്യുകയാണ്. ടാസ്ക് ഓപ്പൺ ചെയ്തിട്ട് ഞാനിവിടെ പറയുന്നത് ഓപ്പൺ ദ PDFs ഇൻ മൈ ഡ്രൈവ് ഫോൾഡർ കോൾ ഇലക്ട്രിസിറ്റി ബിൽസ് ഫ്രം ഈച്ച് ബിൽ എക്സ്ട്രാക്ട് ദ ബില്ലിംഗ് മന്ത് യൂണിറ്റ് കൺസ്യൂംഡ് ആൻഡ് ടോട്ടൽ എമൗണ്ട് പെയ്ഡ്. ഇതനുസരിച്ച് എനിക്കൊരു ഗൂഗിൾ ഷീറ്റ് ക്രിയേറ്റ് ചെയ്ത് തരാനായിട്ടാണ് ഞാൻ പറയുന്നത്. അപ്പം ഇത് നമുക്കൊരു ടാസ്ക്കാണ്. നമ്മുടെ ഗൂഗിൾ ഡ്രൈവ് നമ്മളിവിടെ കണക്റ്റഡ് ആപ്സിൻ്റെ ഉള്ളിൽ എനേബിൾ ചെയ്ത് കൊടുക്കണം. എനേബിൾ ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മളിത് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്തോളും, ആ ഒരു ടാസ്ക് ഇത് റൺ ചെയ്തോളും. ഓക്കെ, അപ്പോൾ ഇവിടെ ഇത് റൺ ചെയ്യാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് റണ്ണ് ചെയ്യുന്ന സമയത്ത് തന്നെ പാരലലി നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, വേറെ ടാസ്കുകൾ റൺ ചെയ്യാം. ഓക്കെ, കൺകറൻ്റ് ആയിട്ട് വേറെ ടാസ്കുകളാണ്. ഇപ്പോൾ ഇവിടെ നമ്മൾ ഈ കറൻറ്റ് ടാസ്ക് റൺ ചെയ്യുന്നത് നമുക്കിവിടെ കാണാം. ഇനി അടുത്തൊരു ടാസ്ക് എനിക്കിവിടെ കൊടുക്കണമെങ്കിൽ ആ ഒരു ടാസ്ക് എനിക്ക് കൊടുത്തു കഴിഞ്ഞാൽ അത് അതും റൺ ചെയ്തോളും. ഇപ്പോൾ ഇവിടെ ഫസ്റ്റ് ഐ നീഡ് യുവർ പെർമിഷൻ ടു ടേൺ ഓൺ ദ ഗൂഗിൾ ഡ്രൈവ് ആപ്പ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, കണക്റ്റ് കൊടുക്കാം. അപ്പോൾ നമ്മുടെ അടുത്ത് ഇവിടെ കുറച്ച് പെർമിഷൻസും കാര്യങ്ങളും ചോദിക്കും. അപ്പോൾ നിങ്ങൾ അതെല്ലാം ഒന്ന് പ്രോപ്പറായിട്ട് റീഡ് ചെയ്ത് നോക്കിയിട്ട് എന്ത് ചെയ്യുക, കണക്റ്റ് കൊടുക്കുക. ഓക്കെ,
അപ്പോൾ അത് തിങ്ക് ചെയ്തിട്ട് അത് വർക്കൗട്ട് ചെയ്യുകയാണ്. എന്നിട്ട് നമ്മൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഈ ഒരു ടാസ്കുകളൊക്കെ ഗൂഗിളിൻ്റെ തന്നെ ഒരു ക്ലൗഡ് സെർവറിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ ലാപ്ടോപ്പ് ക്ലോസ് ചെയ്ത് വെച്ചാലും ഈ ഒരു ടാസ്ക് അത് അവിടെ കിടന്ന് കംപ്ലീറ്റ് ചെയ്തിട്ട് നമുക്ക് ഔട്ട്പുട്ട് ജനറേറ്റ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ടാവും. ഓക്കെ, പാരലലി ചെയ്യാൻ പറ്റും. നമുക്ക് അടുത്തത് ഷെഡ്യൂൾ ചെക്ക് ചെയ്യാം. ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഈ ഒരു ഷെഡ്യൂൾസ് എന്ന് പറയുന്ന ഈ ഒരു എന്താ പറയുക സൈഡ് ബാറിൽ നിന്ന് ഇത് ക്ലിക്ക് ചെയ്യാം, അല്ലെങ്കിൽ നമുക്കിവിടെ ക്രിയേറ്റ് ഷെഡ്യൂൾ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമ്മുടെ അടുത്ത് ഇവിടെ ഹെൽപ്പ് മീ ഷെഡ്യൂൾ ടാസ്ക് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. അപ്പോൾ എനിക്ക് എന്താണ് ഷെഡ്യൂൾ ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ കൊടുക്കുകയാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഫ്രീലാൻസിങ് ഒക്കെ ചെയ്യുന്നവരാണെങ്കിലോ, അല്ലെങ്കിൽ ഡെഫിനറ്റ്ലി ഫ്രീലാൻസിങ് നല്ല എന്ത് ബിസിനസ് റൺ ചെയ്യുന്നവരാണെങ്കിലും നിങ്ങൾക്ക് ഇമെയിലിലേക്ക് കോട്ട് അല്ലെങ്കിൽ എൻക്വയറീസ് പ്രൊപ്പോസൽസ് സെൻഡ് ചെയ്യുക, ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ പറഞ്ഞ് മെയിൽ വരും അല്ലേ. അപ്പോൾ ഈ മെയിലൊക്കെ ഒന്നെങ്കിൽ നിങ്ങളുടെ CRMലേക്ക് നിങ്ങൾക്ക് ആഡ് ചെയ്യണം, ഇല്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ ലെറ്റ്സ് ഒരു ഗൂഗിൾ ഷീറ്റിലേക്ക് ഇതൊക്കെ ആഡ് ചെയ്യണം. അപ്പോൾ അതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മളിവിടെ ഒരു ഷെഡ്യൂൾ സെറ്റ് ചെയ്ത് വെക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ പറയണത് എന്താണ്, whenever an email arrives in my inbox with the words quote, enquiry or proposal in the subject line, add a new row to my Google sheet called client leads, include the sender's name, അതെല്ലാം ആഡ് ചെയ്യണം, എന്നിട്ട് എന്നെ നോട്ടിഫൈ ചെയ്യണം എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മളൊരു ടൈം ബേസ്ഡ് ആയിട്ട് അല്ലെങ്കിൽ ഡെയിലി മോർണിംഗ് എൻ്റെ ഇമെയിൽ ചെക്ക് ചെയ്ത് അങ്ങനെയല്ല നമ്മൾ പറയുന്നത്. ഒരു ഇമെയിൽ നമ്മുടെ ഇൻബോക്സിൽ വരുന്ന സമയത്താണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു ട്രിഗർ നമ്മൾ കൊടുക്കുന്നത്. എന്നിട്ടാണ് ഈ ഒരു ഗൂഗിൾ ഷീറ്റിലേക്ക് അത് ആഡ് ചെയ്യാനായിട്ട് നമ്മൾ പറയുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് റൺ ചെയ്യാം. അപ്പോൾ ഇവിടെ നമ്മുടെ ഷെഡ്യൂള് ചെയ്തോളൂ. അത് ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്ന ടാസ്ക് എന്താ പറയുക കൺകറൻ്റ്ലി ഇത് റൺ ചെയ്ത് കഴിഞ്ഞു. ഇലക്ട്രിസിറ്റി ബില്ല് നമ്മുടെ ഫയലിൽ നിന്ന് അനലൈസ് ചെയ്ത് സ്പ്രെഡ്ഷീറ്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറയുന്ന കാര്യങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഫുൾ ഇവിടെ അത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഗൂഗിൾ ഷീറ്റൊക്കെ അത് ജനറേറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. ഓക്കെ, ഇനിയിപ്പോൾ നമ്മുടെ ഈ ഒരു ടാസ്ക് എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, കറൻ്റ്ലി റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഐ ഹാവ് സെറ്റപ്പ് എ റെക്കറിങ് ഷെഡ്യൂൾഡ് ഫോർ യു. നമുക്കത് ഷെഡ്യൂൾ ഇപ്പോൾ ഇതെല്ലാം സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ ഷീറ്റിൻ്റെ ഉള്ളിൽ ഡീറ്റെയിൽസ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ സെറ്റ് ചെയ്ത ഷെഡ്യൂൾസ് നിങ്ങൾക്ക് കാണണമെങ്കിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഇപ്പം നമ്മൾ ഓൺഗോയിങ് ഇപ്പോൾ സെറ്റ് ചെയ്തിരിക്കുന്ന നമ്മുടെ ഒരു ഷെഡ്യൂളാണിത്, ക്ലയൻറ്റിൻ്റെ ലീഡ്സ് ഷീറ്റിലേക്ക് ആഡ് ചെയ്യുക എന്നുള്ളത്. ഓക്കെ, അപ്പോൾ വെയിറ്റിംഗ് ടു റൺ ആണ്. വൺസ് ഒരു ഇമെയിൽ നമ്മുടെ ഇൻബോക്സിൽ വരുന്ന സമയത്ത് എന്ത് ചെയ്തോളും, ഈ ഒരു ഷെഡ്യൂൾ അല്ലെങ്കിൽ ഈ ഒരു ഓട്ടോമേറ്റഡ് ടാസ്ക് റൺ ചെയ്തിട്ട് നമ്മുടെ ഗൂഗിൾ ഷീറ്റിലേക്ക് ആ ഒരു ക്ലയൻറ്റിൻ്റെ നെയിമും ഫോൺ നമ്പറും ഒക്കെ നമ്മൾ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ആഡ് ചെയ്ത് വെച്ചോളും. അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് ഷെഡ്യൂൾഡ് ടാസ്ക് ചെയ്യാം. ഇറ്റ്സ് നോട്ട് എ ടൈം ബൗണ്ട്, അല്ലെങ്കിൽ ടൈം വെച്ചിട്ട് മാത്രമുള്ള ഷെഡ്യൂൾസ് അല്ല, ഇങ്ങനെ ട്രിഗേർഡ് ആയിട്ടുള്ള ഇമെയിൽ വരുന്ന സമയത്ത് അങ്ങനെ പല ട്രിഗേഴ്സ് വെച്ചിട്ടുള്ള ഷെഡ്യൂൾഡ് ആയിട്ടുള്ള ടാസ്കുകളും നമ്മൾക്ക് ജെമിനി സ്പാർക്കിൻ്റെ ഉള്ളിൽ ഇതുപോലെ സെറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. ഈ ഒരു വർക്ക് ഫ്ലോ വെച്ചിട്ട് തന്നെ നിങ്ങൾക്ക് പല വർക്ക് ഫ്ലോസ് സെറ്റ് ചെയ്യാനായിട്ട് പറ്റും ഈ ഒരു ഷെഡ്യൂൾ വെച്ചിട്ട്. ഇപ്പം വേറൊരു എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ, ഇപ്പം നിങ്ങളുടെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ്സ് അല്ലേ, നമുക്കെപ്പോഴും മന്ത്ലി നമ്മുടെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ്സോ അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ ബാങ്ക് ട്രാൻസാക്ഷൻസോ ഒക്കെ നടത്തുന്ന സമയത്ത് നമ്മൾക്ക് അല്ലെങ്കിൽ നമ്മളുടെ പർച്ചേസ് നടത്തുന്ന സമയത്തൊക്കെ എന്ത് സംഭവിക്കും, നമുക്ക് ഇമെയിലിൽ മിക്കയിടത്തും ഇപ്പോൾ നോട്ടിഫിക്കേഷൻസ് കാര്യങ്ങൾ വരും അല്ലേ. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾക്കൊരു ട്രാക്കിങ് പോലത്തെ കാര്യങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ഗൂഗിൾ ഷീറ്റിൻ്റെ ഉള്ളിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈച്ച് ടൈം അങ്ങനെ ഒരു ഇമെയിൽ വരുന്ന സമയത്ത് നമ്മുടെ ഗൂഗിൾ ഷീറ്റിലേക്ക് അപ്ഡേറ്റ് ചെയ്യാനായിട്ട് പറയാനായിട്ടുള്ള ഷെഡ്യൂൾസ് വർക്ക് ഫ്ലോസ് ഇതുപോലെയൊക്കെ ഈസി ആയിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. അപ്പം അങ്ങനെ ഒരുപാട് യൂസ് കേസസ് ഉണ്ട്. അപ്പോൾ ഇത് നമുക്കൊരു കണ്ടീഷൻ ബേസ്ഡ് ഒരെണ്ണം ക്രിയേറ്റ് ചെയ്യാം. ഇപ്പം കണ്ടീഷൻ ബേസ്ഡ് എന്ന് പറയുമ്പം ഇപ്പം ഞാനിവിടെ പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ പറയുന്നത് USD to INR എക്സ്ചേഞ്ച് റേറ്റ് അനലൈസ് ചെയ്തുകൊണ്ടിരിക്കുക, മോണിറ്റർ ചെയ്യുക. എന്നിട്ട് ഒരു ചേഞ്ച് വരുന്ന സമയത്ത് ഞാൻ പറയുന്ന ഒരു പെർട്ടിക്കുലർ റേറ്റിൽ കൂടുതൽ പോകുന്ന സമയത്ത് എനിക്ക് അലേർട്ട് തരണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് നമ്മൾ പറയുന്ന സമയത്ത് അതും എന്ത് ചെയ്തോളും, അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഷെഡ്യൂള് ക്രിയേറ്റ് ചെയ്യും. ഓട്ടോമേറ്റഡ് വർക്ക് ഫ്ലോ ഇത് തന്നെ ക്രിയേറ്റ് ചെയ്യും. എന്നിട്ട് നമ്മൾക്ക് അത് മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കും. എന്നിട്ട് ആ ഒരു പെർട്ടിക്കുലർ കണ്ടീഷൻ, നമ്മൾ പറയുന്ന കണ്ടീഷൻ മീറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾക്ക് അത് ട്രിഗർ നോട്ടിഫിക്കേഷൻസ് നമുക്ക് തരും. ഓക്കെ, അപ്പോൾ ഇവിടെ ആ ഒരു ഇതും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾ കണ്ടില്ലേ, മോണിറ്റർ ഫോർ USD to INR എക്സ്ചേഞ്ച് റേറ്റ് ക്രോസസ് അബവ് 89. അപ്പോൾ ഇങ്ങനെ നമുക്ക് പല കാര്യങ്ങളും നിങ്ങൾക്ക് ഷെഡ്യൂൾ ത്രൂ നിങ്ങളുടെ വർക്ക് ഫ്ലോസ് ഒക്കെ ഒരുപാട് കാര്യങ്ങൾ ഇതുപോലെ ഓട്ടോമേറ്റ് ചെയ്ത് വെക്കാനായിട്ട് പറ്റും. അപ്പം നമ്മളെല്ലാവരും ഒരുപാട് പേര് ഗൂഗിളിൻ്റെ പല സർവീസസാണ് യൂസ് ചെയ്യുന്നത് അല്ലേ. അപ്പം
അതുകൊണ്ട് തന്നെ ഈ ജെമിനി സ്പാർക്കിൽ ഈ ഒരു കാര്യങ്ങൾ ഉള്ളതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് നമ്മുടെ ഗൂഗിൾ വർക്ക് സ്പേസ് ഒക്കെ വെച്ച് കണക്ട് ചെയ്തിട്ടുള്ള നമ്മുടെ ഗൂഗിൾ ഡ്രൈവ്, മെയിൽ ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് ഇതുപോലെയുള്ള വർക്ക് ഫ്ലോസ് എളുപ്പത്തിൽ തന്നെ സെറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. ഇനി ഗൂഗിളിൻ്റെ ജെമിനി സ്പാർക്കിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട അപ്ഡേറ്റ് അല്ലെങ്കിൽ കേപ്പബിലിറ്റി എന്ന് പറയുന്നത് ഇതിൻ്റെ ഓട്ടോ ബ്രൗസ് ചെയ്യാനായിട്ടുള്ള ബ്രൗസർ കേപ്പബിലിറ്റീസ് ആണ്. അപ്പോൾ ഞാനതൊന്ന് നിങ്ങളുടെ കാണിച്ചു തരാം. അപ്പോൾ ഞാനിവിടെ പറഞ്ഞിട്ടുണ്ട് യൂസ് ഗൂഗിൾ ക്രോം ഓട്ടോ ബ്രൗസ് ഓൺ ദിസ് ഡിവൈസ്, വിസിറ്റ് IKEA UAE ഹോം സെൻറ്റർ UAEയുടെ വെബ്സൈറ്റ് ചെക്ക് ചെയ്തിട്ട് എനിക്ക് പ്രൈസസ് കമ്പയർ ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാനതിവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് തന്നെ ബിഫോർ ഐ ഓപ്പൺ ദ ബ്രൗസർ ആൻഡ് പ്രൊസീഡ് ഐ നീഡ് യു ടു കൺഫേം യു ആർ ഓക്കെ ടു യൂസ് ഇറ്റ്. അപ്പോൾ നമ്മൾ അലൗ എന്ന് കൊടുക്കുക. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം റൈറ്റ് സൈഡിൽ ആ ഒരു ടാബിൻ്റെ ഉള്ളിൽ ഒരു റിമോട്ട് ബ്രൗസർ ഇപ്പോൾ ഇവിടെ ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഫസ്റ്റ് തന്നെ IKEA UAE വെബ്സൈറ്റിലാണ് പോകുന്നത്. എന്നിട്ട് അത് തന്നെ ഞാൻ കീബോർഡിലോ മൗസിലോ ഒന്നും ടച്ച് ചെയ്യുന്നില്ല. ഇപ്പോൾ നിങ്ങൾ കാണുന്ന സ്ക്രീൻ തന്നെ നമ്മുടെ ഈ ഒരു ബ്രൗസർ ഏജൻറ്റ് ചെയ്യുന്നതാണ്. വൈറ്റ് ഓഫീസ് ഡെസ്ക് എന്നുള്ളത് സെർച്ച് ചെയ്യുവാണ്. എന്നിട്ട് വൈറ്റ് ഓഫീസ് ഡെസ്ക് അത് പ്രൈസസും കാര്യങ്ങളും ഒക്കെ കമ്പയർ ചെയ്ത് നോക്കുവാണ്. അപ്പോൾ ഇതൊരു റിമോട്ട് ബ്രൗസറായിട്ടാണ് ഇത് ഓപ്പൺ ആക്കിയേക്കുന്നത്. ഈ ഒരു ജെമിനി ഗൂഗിളിൻ്റെ ഈ ഒരു ജെമിനി സ്പാർക്കിൻ്റെ ഉള്ളിലെ മറ്റൊരു ഫീച്ചർ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പം നിങ്ങളുടെ ഏതെങ്കിലും ലോഗിൻഡ് ആയിട്ട് കിടക്കുവാണെന്ന് വിചാരിച്ചോ. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ ആമസോണിൽ നിന്നോ നൂണിൽ ഒക്കെ നിങ്ങൾ പർച്ചേസ് ചെയ്തിട്ട് നിങ്ങളുടെ ലോഗിൻ നമ്മുടെ ബ്രൗസറിൽ തന്നെ ലോഗ്ഡ് ആയിട്ട് ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിൽ തന്നെ എന്ത് ചെയ്യാനായിട്ട് പറ്റും, നമ്മുടെ ലോഗിൻ ബ്രൗസർ ഇതിൽ ഓപ്പൺ ആക്കാൻ പറഞ്ഞിട്ട് അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും സെർച്ച് ചെയ്യണമെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾ സെർച്ച് ചെയ്യാനായിട്ടൊക്കെ നിങ്ങൾക്ക് പറയാനായിട്ട് പറ്റും. അപ്പം നമ്മളുടെ റിമോട്ട് ബ്രൗസറിലല്ലാതെ നമ്മുടെ ഓൺ ബ്രൗസറിൽ നമ്മുടെ ലോഗ്ഡിൻ്റെ ആയിട്ടുള്ള ക്രെഡൻഷ്യൽസ് വെച്ചിട്ട് അതിൽ സെർച്ച് ചെയ്യാൻ പറഞ്ഞാലും ജെമിനി സ്പാർക്കിനത് ചെയ്യാനായിട്ട് കഴിയും. അപ്പോൾ അത് വർക്ക് ചെയ്യട്ടെ. വർക്ക് ചെയ്തിട്ട് നമ്മൾക്ക് അതിൻ്റെ എന്താണെന്ന് നമുക്ക് റിസൾട്ട് തരുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്കിതിൻ്റെ അടുത്ത ഫീച്ചറിലേക്ക് പോവാം. ഇനി അടുത്ത നമ്മൾ പറഞ്ഞ ഫീച്ചറാണ് സ്കിൽസ് എന്നുള്ളത്. അപ്പോൾ സ്കിൽസ് എങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ഒരു സ്കില്ല് മാനുവലി ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ സ്കില്ലിന് നമ്മളൊരു പേര് കൊടുക്കുക. ഇപ്പോൾ ഞാൻ റൈറ്റിംഗ് സ്കില്ലെന്ന് ഞാൻ പേര് കൊടുത്തു. ആ സ്കില്ലിന് എന്തെങ്കിലും ഡിസ്ക്രിപ്ഷൻ കൊടുക്കുക. അതിനുശേഷം നമുക്ക് എന്താണോ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കേണ്ടതെന്ന് പറയാം. ഓക്കെ, അതായത് നമുക്കിപ്പം ഞാനിപ്പോൾ ഇവിടെ കൊടുക്കുന്നത് ഗൂഗിൾ ഷീറ്റ് എപ്പോൾ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്തും അതിൻ്റെ ഡേറ്റ് ഫോർമാറ്റ് ഇങ്ങനെ കൊടുക്കണം, അതുപോലെ തന്നെ ഹെഡർ ഇങ്ങനെ കൊടുക്കണം എന്നൊക്കെയുള്ളതാണ് ഞാനിവിടെ മെൻഷൻ ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ മെൻഷൻ ചെയ്ത് കൊടുത്തിട്ട് എന്ത് ചെയ്യാം, നമുക്ക് ആ ഒരു പെർട്ടിക്കുലർ സ്കില്ല് നമുക്കിവിടെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇങ്ങനെ ഓരോ കാര്യങ്ങളും നിങ്ങൾക്ക് സ്കിൽസ് ക്രിയേറ്റ് ചെയ്യാം. ഇനി ഇതിൻ്റെ ഉള്ളിൽ മറ്റൊരു പ്രധാനപ്പെട്ട ഫീച്ചർ എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ ക്ലൗഡിൻ്റെ ഉള്ളിലെ സ്കില്ലൊക്കെ ഉണ്ടാവില്ല, അല്ലെങ്കിൽ ChatGPTയുടെ ഒക്കെ ഉള്ളിലുള്ള നമ്മുടെ സ്കിൽസ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുന്നത് നമുക്ക് ഇതിലേക്ക് ഇമ്പോർട്ട് ചെയ്യാനായിട്ടും പറ്റും. അപ്പോൾ അതൊന്ന് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ക്ലൗഡിൽ നിങ്ങൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പെർട്ടിക്കുലർ സ്കില്ലാണെന്ന് വിചാരിക്കാം. അപ്പോൾ അത് നമുക്കിവിടെ കസ്റ്റമൈസിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്കിൽസിൽ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു സ്കിൽസെല്ലാം നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് കാണാനായിട്ട് പറ്റും. ഇപ്പോൾ ഇതൊക്കെ ആന്ത്രോപ്പിക്കിൻ്റെ തന്നെ സ്കില്ലുകളാണ്. നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത സ്കില്ലാണെങ്കിൽ ഓതർ നിങ്ങളായിട്ടുണ്ട് കാണിച്ചിട്ടുണ്ടാവും. ഇപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന ഒരു സ്കില്ലാണ് ഈ ഒരു പ്രൊഡക്റ്റ് ലോഞ്ച്, ഒരു ക്യാമ്പയിൻ ലോഞ്ച് ചെയ്യുന്ന സമയത്ത് വേണ്ട എൻ്റെ ഒരു സ്കില്ലാണ്. അപ്പോൾ ഈ സ്കില്ല് എന്ത് ചെയ്യാം, എനിക്കിത് ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു സ്കില്ലിനെ ഇതുപോലെ ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഡൗൺലോഡ് ചെയ്ത സ്കില്ല് എന്ത് ചെയ്യാം, ഇവിടെ പ്രൊഡക്റ്റ് ലോഞ്ച് ഡോട്ട് സ്കില്ല് എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടും. ഇതിന് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ വന്ന് നമുക്ക് അപ്ലോഡ് ചെയ്യാനായിട്ട് പറ്റും ആ ഒരു സ്കില്ലിനെ. ഓക്കെ, ഇവിടെ വന്നിട്ട് നമ്മൾക്ക് ഫയൽ ക്ലിക്ക് ചെയ്യുക, ഡോട്ട് സ്കിൽ എന്ന് പറയുന്ന ഇത് ഓപ്പൺ ആക്കുക. ഇപ്പോൾ നമ്മുടെ പ്രൊഡക്റ്റ് ലോഞ്ച് ക്യാമ്പയിൻ എന്ന് പറയുന്ന ഈ ഒരു സ്കില്ല് ഇവിടെ ഓട്ടോമാറ്റിക്കലി ജെമിനിക്ക് വേണ്ട രീതിയിലേക്ക് എന്താക്കിയിട്ടുണ്ട്, അപ്ലോഡ് ആയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ യൂസ് ചെയ്തിരിക്കുന്ന സ്കിൽസിനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് ഈസി ആയിട്ട് ഇമ്പോർട്ട് ചെയ്യാം. നേരത്തെ നമ്മൾ കാണിച്ച പോലെ തന്നെ മാനുവലി സ്കില്ലിനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യുകയും ചെയ്യാം.
അപ്പോൾ നമ്മൾ നേരത്തെ കൊടുത്തിരുന്ന ടാസ്കുകളും ഇതിവിടെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഓഫീസ് ഡെസ്ക് ബ്രൗസർ യൂസ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുത്തിരുന്ന ടാസ്കുകളും ഒക്കെ എന്താക്കിയിട്ടുണ്ട്, ഇതിവിടെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് വ്യൂ റിമോട്ട് ബ്രൗസർ കാണണമെങ്കിൽ അത് നമുക്കിവിടെ കാണാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ പെർട്ടിക്കുലർ ആ ഒരു നമുക്ക് ഇതിനെ ടേക്ക് ഓവർ ചെയ്യാം. ഇതിനെ ഇപ്പോൾ കാർട്ടിലേക്ക് ആഡ് ചെയ്തു നമ്മൾക്ക് ഈ ഒരു പെർട്ടിക്കുലർ പ്രൊഡക്റ്റ്. കാരണം അതാണ് അതിന് ആ പ്രൈസ് റേഞ്ചിൻ്റെ ഉള്ളിൽ ബെറ്റർ ആയിട്ട് തോന്നിയത്. അതുകൊണ്ട് അത് ആഡ് ചെയ്തിട്ടുണ്ട് കാർട്ടിലേക്ക്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതിന് ടാസ്ക് ടേക്ക് ഓവർ ചെയ്തിട്ട് നമുക്ക് പർച്ചേസിങ്ങോ കാര്യങ്ങളോ ഒക്കെ ചെയ്യണമെങ്കിൽ ചെയ്യാം. ഇപ്പോൾ ഞാനിവിടെ ടേക്ക് ഓവർ ടാസ്ക് എന്ന് കൊടുക്കുകയാണ്. അപ്പോൾ നോക്കൂ, ഇനി എനിക്കിതെല്ലാം ക്ലിക്ക് ചെയ്യാനായിട്ട് പറ്റും. ഈ ഒരു റിമോട്ട് ബ്രൗസർ ക്ലിക്ക് ചെയ്യാം. ഈ ഓരോ ബട്ടൺസും എനിക്കിപ്പോൾ ക്ലിക്കബിൾ ആണ്. ഓക്കെ, ഇതൊക്കെ എനിക്ക് ക്ലിക്ക് ചെയ്തിട്ട് വർക്ക് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ അതാണ് ഇതും ഇതിൻ്റെ ഒരു കേപ്പബിലിറ്റി ആണ് ഈ ഒരു ബ്രൗസർ യൂസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ ഗൂഗിളിൻ്റെ ജെമിനി സ്പാർക്ക് ഇന്ത്യയിൽ അവൈലബിൾ ആണ്. നിങ്ങൾ ഗൂഗിൾ പ്രോ അല്ലെങ്കിൽ അൾട്രാ സബ്സ്ക്രൈബേഴ്സൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ജെമിനിയുടെ സ്പാർക്ക് നിങ്ങളുടെ ജെമിനി ആപ്പിൻ്റെ ഉള്ളിൽ തന്നെ നിങ്ങൾക്കിപ്പം അവൈലബിൾ ആയിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പം ഒരു നോർമൽ ചാറ്റിനേക്കാളും പവർഫുൾ ആയിട്ടുള്ള ഒരു AI ഏജൻറ്റ് എന്നുള്ള രീതിയിലാണ് ജെമിനി സ്പാർക്ക് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സ് ഒക്കെ ഒന്ന് പറയാം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.